+2 കെമിസ്ട്രിയിലെ ചാപ്റ്റർ 1 ദ സോളിഡ് സ്റ്റേറ്റ്സ്. സോളിഡ് സ്റ്റേറ്റിൽ ഈ വീഡിയോയിൽ ഫസ്റ്റ് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ഡിസ്ക്രൈബ് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോളിഡ് സ്റ്റേറ്റ്. എന്തെല്ലാമാണ് ഒരു സോളിഡ് സ്റ്റേറ്റിന്റെ പൊതുവായ പ്രത്യേകതകൾ. സെക്കൻഡ്, ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ അമോർഫസ് ആൻഡ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. രണ്ട് തരത്തിലുള്ള സോളിഡ്സ് ആണ് പ്രധാനമായിട്ടുള്ളത്, അമോർഫസ് ആൻഡ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. അപ്പോൾ എന്തെല്ലാമാണ് അമോർഫസ് സോളിഡും ക്രിസ്റ്റലൈൻ സോളിഡും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, കൂടാതെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്, അത്രയുമാണ് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ വെൽക്കം ടു ദ ഫസ്റ്റ് ചാപ്റ്റർ, ദ സോളിഡ് സ്റ്റേറ്റ്. ആദ്യം നമുക്ക് സോളിഡിന്റെ ഡെഫിനിഷൻ നോക്കാം. ചിത്രത്തിൽ കാണുന്നത് സോളിഡിന്റെ പിക്ചറാണ്. ഈ സോളിഡിന് ഡെഫിനിറ്റ് ആയൊരു ഷേപ്പ് ഉണ്ട്, ഡെഫിനിറ്റ് ആയൊരു വോളിയം ഉണ്ട്, ഡെഫിനിറ്റ് ആയൊരു മാസ് ഉണ്ട്. ഈ മൂന്ന് പ്രോപ്പർട്ടീസും കൂടിയിട്ട് നമുക്ക് സോളിഡ്സിന്റെ ഡെഫിനിഷൻ പറയാം. സോളിഡ്സ് ആർ ദ സ്റ്റേറ്റ് ഓഫ് മാറ്റർ വിച്ച് പൊസസ് ഡെഫിനിറ്റ് ഷേപ്പ്, വോളിയം ആൻഡ് മാസ് ആർ കാൾഡ് സോളിഡ്സ്. അങ്ങനെയാണെങ്കിൽ ഈ സോളിഡ്സിന് മറ്റെന്തെല്ലാം ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് എന്ന് നോക്കാം. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോളിഡ്സ്? ഒരു മെറ്റീരിയൽ കിട്ടിക്കഴിഞ്ഞാൽ അത് സോളിഡ് ആണോ എന്ന് തീരുമാനിക്കുന്നതിന് സോളിഡ്സിന് മാത്രമായുള്ള ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതിലൊന്നാമത്തേതാണ് ദ പാർട്ടിക്കിൾസ് ആർ വെരി ക്ലോസ്ലി പാക്ഡ്. ഒരു സോളിഡിൽ ആ സോളിഡ് ഉണ്ടാക്കിയിരിക്കുന്ന പാർട്ടിക്കിൾ ആറ്റങ്ങൾ കൊണ്ടായിരിക്കാം, മോളിക്യൂൾസ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അയോണുകൾ കൊണ്ടായിരിക്കാം ഒരു സോളിഡ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പൊ ആ സോളിഡിന്റെ പാർട്ടിക്കിൾസ് ആർ വെരി ക്ലോസ്ലി പാക്ഡ്. ദ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇസ് വെരി ഹൈ. അതുകൊണ്ടാണ് അവയുടെ പാർട്ടിക്കിൾസ് അത്രയും ക്ലോസ് ആയി പാക്ക് ചെയ്തിട്ടുണ്ടാവുക. നമുക്കറിയാം മാറ്റർ എക്സിസ്റ്റ് ചെയ്യുന്നത് 3 ഫോമിലാണ്, സോളിഡ്സ്, ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. അതിൽ ഏറ്റവും കൂടുതൽ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉള്ളത് സോളിഡ്സിലാണ്. തേർഡ് ക്യാരക്ടറിസ്റ്റിക്, കൈനറ്റിക് എനർജി ഈസ് വെരി ലോ. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് മൂവിംഗ് ബോഡീസിനുള്ള എനർജിയാണ്. ഒരു സോളിഡിന്റെ ഉള്ളിലുള്ള പാർട്ടിക്കിൾസിൽ മൂവ്മെന്റ് കുറവാണ്, അതുകൊണ്ട് സ്വാഭാവികമായും അവയുടെ കൈനറ്റിക് എനർജി വളരെ കുറവായിരിക്കും. അടുത്ത ക്യാരക്ടറിസ്റ്റിക്, സോളിഡ്സ് കനോട്ട് ബി കംപ്രസ്ഡ് ഫർദർ. കൂടുതൽ കംപ്രസ് ചെയ്ത് ചെറുതാക്കുവാൻ കഴിയില്ല. നിങ്ങളൊരു ഇഷ്ടിക മനസ്സിൽ കണ്ടുവരിക ഒരു സോളിഡിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ. അതുപോലെ ലാസ്റ്റ് പോയിന്റ്, ദേ ആർ റിജിഡ്. ഇത്രയും പ്രത്യേകതകളുള്ള ഒരു മെറ്റീരിയൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതൊരു സോളിഡ് ആണ് എന്ന് തീരുമാനിക്കാം. ദ പാർട്ടിക്കിൾസ് ആർ വെരി ക്ലോസ്ലി പാക്ഡ്, ദ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് വെരി ഹൈ, കൈനറ്റിക് എനർജി ഈസ് വെരി ലോ, സോളിഡ്സ് cannot be compressed further, they are rigid. ഇനി ഈ സോളിഡ്സിനെ തന്നെ മെയിനായി രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അവയാണ് ക്രിസ്റ്റലൈൻ സോളിഡ് ആൻഡ് അമോർഫസ് സോളിഡ്. എന്തെല്ലാമാണ് ക്രിസ്റ്റലൈൻ സോളിഡിന്റെയും ക്രിസ്റ്റലൈൻ സോളിഡ്സും അമോർഫസ് സോളിഡ്സും തമ്മിലുള്ള സിമിലാരിറ്റീസ് അല്ലെങ്കിൽ ഡിഫറൻസസ് അത് നോക്കാം. ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്നും അമോർഫസ് സോളിഡ്സ് എന്നും രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അമോർഫസ് എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ മീനിങ്, അതൊരു ഗ്രീക്ക് വേർഡാണ്. അമോർഫസിന്റെ മീനിങ് നോ ഫോംസ് എന്നാണ്. അതുപോലെ തന്നെ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അമോർഫസ് സോളിഡ്സിന് ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടാവിരിക്കില്ല. എന്നാൽ ക്രിസ്റ്റലൈൻ സോളിഡ്സിന് അങ്ങനെയല്ല, അവയ്ക്കൊരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടായിരിക്കും. ഇനി നമുക്ക് ഓരോന്നോരോന്നായി ക്രിസ്റ്റലൈൻ സോളിഡ്സും അമോർഫസ് സോളിഡ്സും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നോക്കാം. വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആൻഡ് അമോർഫസ് സോളിഡ്സ്? ഫസ്റ്റ് വൺ, ഇൻ ക്രിസ്റ്റലൈൻ സോളിഡ്സ് the particles are arranged in regular geometric pattern. എന്നാൽ അമോർഫസ് സോളിഡ്സിൽ അങ്ങനെയല്ല, നോ റെഗുലർ ജിയോമെട്രിക് പാറ്റേൺ. ഏതുപോലെ എന്ന് ചോദിച്ചാൽ, നമ്മൾ ഏതെങ്കിലും ഒരു കൃഷിയിടത്തിൽ പോയി നോക്കിയിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് നോക്കി ഒരു ഭാഗത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് നോക്കിയാൽ ഒരേ നിരയിലായിരിക്കും. ഇപ്പോൾ വാഴകളാണെങ്കിലും നെൽച്ചെടികളാണെങ്കിലും നട്ടിരിക്കുന്നത് ഒരേ റേഞ്ചിലായിരിക്കും. അത് ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും നമുക്ക് ആ ഓർഡർ കാണാൻ കഴിയും.
അതുപോലെയാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അത് ലോങ് റേഞ്ച് ഓർഡർ ഉണ്ടാവും. എന്നാൽ അമോർഫസ് സോളിഡ്സിൽ നോ റെഗുലർ ജിയോമെട്രിക് പാറ്റേൺ, അഥവാ വല്ല പാറ്റേണും ഉണ്ടെങ്കിൽ തന്നെ അത് വളരെ ഷോർട്ടായിരിക്കും, ഷോർട്ട് റേഞ്ച് ഓർഡർ ആയിരിക്കും അമോർഫസ് സോളിഡ്സിന് ഉണ്ടാവുക. ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ മറ്റൊരു പ്രത്യേകത, ദേ ആർ അനൈസോട്രോപിക്. അനൈസോട്രോപിക് എന്ന് പറഞ്ഞാൽ the physical properties such as electrical and thermal conductivity, refractive index, etc. are different in different directions. ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ അനൈസോട്രോപിക് ആണെന്ന് പറഞ്ഞു. അതായത് ഇവയുടെ ഓരോ ഡയറക്ഷനിലുള്ള ഇവയ്ക്ക് താപത്തെ കടത്തിവിടുവാൻ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാനുള്ള കഴിവ് ഓരോ ഡയറക്ഷനിലും വ്യത്യസ്തമായിരിക്കും. അതുപോലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ പ്രകാശത്തിന്റെ വേഗത എന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഓരോ മീഡിയത്തിലും പ്രകാശത്തിന് ഡീവിയേറ്റ് ചെയ്യാനുള്ള കഴിവ് എന്ന് മനസ്സിലാക്കുക. അതെല്ലാം ഈ ക്രിസ്റ്റലൈൻ സോളിഡ്സിലെ ഒരേ സോളിഡിന്റെ തന്നെ വ്യത്യസ്ത ഡയറക്ഷനിൽ അതെല്ലാം വ്യത്യസ്തമായിരിക്കും. എന്നാൽ അമോർഫസ് സോളിഡ്സിൽ അങ്ങനെയല്ല. അമോർഫസ് സോളിഡ്സ് ആർ ഐസോട്രോപിക്. അങ്ങനെ പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആർ സെയിം ഇൻ ഓൾ ഡയറക്ഷൻസ്. അമോർഫസ് സോളിഡ്സിൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയ തെർമൽ കണ്ടക്ടിവിറ്റി, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇതെല്ലാം സിമിലർ ആയിരിക്കും എന്നർത്ഥം. ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെയും അമോർഫസ് സോളിഡ്സിന്റെയും വ്യത്യസ്തകൾ, ഡിഫറൻസസ് ഇനിയുമുണ്ട്. ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്. എക്സാമ്പിൾ, നമ്മളടുത്ത് എക്സ് എന്ന് പറയുന്ന ഒരു ക്രിസ്റ്റലൈൻ സോളിഡ് ഉണ്ട്. ആ എക്സ് എന്ന് പറയുന്ന ക്രിസ്റ്റലൈൻ സോളിഡിന്റെ മെൽറ്റിംഗ് പോയിന്റ് 150 ഡിഗ്രി ആണ് എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവയെ ചൂടാക്കി കഴിഞ്ഞാൽ കറക്റ്റ് 150 ഡിഗ്രി എത്തിക്കഴിഞ്ഞാൽ അവ മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. എന്നാൽ അമോർഫസ് സോളിഡ്സിന് അങ്ങനെയല്ല, നോ ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ്. അമോർഫസ് സോളിഡ്സിന് എക്സാമ്പിൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ്, പ്ലാസ്റ്റിക്, റബ്ബർ, വുഡ് ഒക്കെയാണ്. നമുക്കറിയാം പ്ലാസ്റ്റിക് ഒക്കെ ചൂടാക്കി തുടങ്ങിയാൽ അവ സോഫ്റ്റ് ആവാൻ തുടങ്ങും, പിന്നെ അവ ഉരുകിക്കൊണ്ടേയിരിക്കും. അടുത്തത്, ക്രിസ്റ്റലൈൻ സോളിഡ്സ് മേക്ക് ഷാർപ്പ് എഡ്ജസ് വൈൽ ബ്രേക്കിംഗ്. പൊട്ടിക്കഴിഞ്ഞാൽ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണെങ്കിൽ അവ നല്ല ഷാർപ്പ് എഡ്ജുകളായിട്ടാണ് ബ്രേക്ക് ചെയ്യുക. ബട്ട് അമോർഫസ് സോളിഡ്സ് ഡു നോട്ട് ഹാവ് ഷാർപ്പ് എഡ്ജസ്. എന്നാൽ ഗ്ലാസ് മാത്രം അതിനൊരു എക്സെപ്ഷൻ ആണ് എന്ന് പറയാം. ഗ്ലാസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഷാർപ്പ് എഡ്ജുകൾ ഉണ്ടാവും. എക്സാമ്പിൾ ഫോർ ക്രിസ്റ്റലൈൻ സോളിഡ്സ്: സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, കാൽഷ്യം ഫ്ലൂറൈഡ്, സിങ്ക് സൾഫൈഡ്. Example for amorphous solids are glass, plastic, rubber, wood, etc. ഇത്രയുമാണ് അമോർഫസ് സോളിഡ്സും ക്രിസ്റ്റലൈൻ സോളിഡ്സും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ അമോർഫസ് സോളിഡ്സിന്റെയും ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മെയിനായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ കുറിച്ചാണ്. അപ്പൊ ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ വ്യത്യസ്ത തരത്തിൽ കാണപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നമ്മളുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്സിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് ടെക്സ്റ്റ് ബുക്കിൽ ഇതുവരെ പഠിച്ച ടോപ്പിക്കുകളും കൺസെപ്റ്റുകളുമായി ബന്ധപ്പെട്ട് ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്കത് ആൻസർ ചെയ്തതിന് ശേഷം അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ഒന്നാമത്തെ ചോദ്യം, വൈ ആർ സോളിഡ്സ് റിജിഡ്? എന്തുകൊണ്ടാണ് സോളിഡ്സ് ബലമുള്ളതായിരിക്കുന്നത്? നമുക്കറിയാം, ഒരു സോളിഡ് ഉണ്ടാക്കിയിട്ടുള്ളത് ആറ്റം കൊണ്ടോ മോളിക്യൂൾസ് കൊണ്ടോ അയോൺസ് കൊണ്ടോ ആയിരിക്കും. ഈ അയോൺസോ ആറ്റംസോ മോളിക്യൂൾസോ തമ്മിലുള്ള പരസ്പര അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് സോളിഡ്സിൽ. ലിക്വിഡ്സിൽ അത്ര തന്നെ ഉണ്ടാവില്ല, ഗ്യാസസിൽ അതിലും കുറവായിരിക്കും. അപ്പോൾ അത് കാരണം തന്നെയാണ് സോളിഡ്സ് റിജിഡ് ആയിരിക്കുന്നത്. ഇൻ സോളിഡ്സ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ്, atoms, ions or molecules are held together by strong interatomic or interionic or intermolecular attractive forces, and hence solids are rigid. Why is glass considered a super cooled liquid? അതാണ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ. അതിന്റെ ഉത്തരം, ലൈക്ക് ലിക്വിഡ്സിന്റെ പ്രത്യേകത എന്താണ്? ലിക്വിഡ്സ് എവിടെയെങ്കിലും ഒഴിച്ചാൽ അത് ഒഴുകിപ്പോവും. അതുപോലെ ലൈക്ക് ലിക്വിഡ്സ്,
glass have a tendency to flow, though very slowly. Hence it is considered as a supercooled liquid. വളരെ സാവകാശത്തിലാണെങ്കിലും ഗ്ലാസിൻ്റെ എന്താണ് ഒഴുകാനുള്ള ടെൻഡൻസിയാണ് കൂടുതലുണ്ടാവുക. അതുകൊണ്ടാണ് ഗ്ലാസിനെ സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ സോളിഡ് ഈസ് ഒബ്സർവ് ടു ഹാവ് ദ സെയിം വാല്യൂ അലോങ് ഓൾ ഡയറക്ഷൻസ്. കമന്റ് ഓൺ ദ നേച്ചർ ഓഫ് ദിസ് സോളിഡ്. വുഡ് ഇറ്റ് ഷോ ക്ലീവേജ് പ്രോപ്പർട്ടി? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു മെറ്റീരിയലിലൂടെയുള്ള പ്രകാശത്തിൻ്റെ വേഗതയാണ്. വേഗത കൂടുന്നതിനനുസരിച്ചും കുറയുന്നതിനനുസരിച്ചിട്ടും അത് ആ മെറ്റീരിയൽ ഉണ്ടാക്കുന്ന ഡീവിയേഷൻ അല്ലെങ്കിൽ ലൈറ്റിൻ്റെ ചെരിവ് കൂടുകയോ കുറയുകയോ ചെയ്യും. അതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അത് ഒരു സോളിഡിൽ എല്ലാ ഭാഗത്തും ഒരേപോലെ കാണപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ഈ സോളിഡിന്റെ നേച്ചർ എന്തായിരിക്കും? ഇതിനുള്ള ക്ലൂ നമ്മളടുത്തുണ്ട്. നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെയും അമോർഫസ് സോളിഡ്സിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ ഐസോട്രോപിക്. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ഷോസ് അനൈസോട്രോപ്പി. അതായത് ഓരോ ഡയറക്ഷനിലും ഓരോ ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ് കാണിക്കുന്നതെന്ന്. ഓരോ ഡയറക്ഷനിലും അതിന്റെ തെർമൽ കണ്ടക്ടിവിറ്റി, ഹീറ്റിംഗ് കണ്ടക്ടിവിറ്റി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒക്കെ വ്യത്യസ്തപ്പെട്ടിരിക്കും ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ എന്ന് പഠിച്ചു. എന്നാൽ അമോർഫസ് സോളിഡ്സിന് അങ്ങനെയല്ല. ഇറ്റ് ഷോസ് ഐസോട്രോപ്പി. അതായത് ഇറ്റ് ഷോസ് സെയിം ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഇൻ ഓൾ ഡയറക്ഷൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മളടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള ഈ സോളിഡിന്റെ പ്രത്യേകത എന്താണ്? ഇതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ്. അത് എല്ലാ ഡയറക്ഷനിലും സെയിം ആണെന്ന് പറയുന്നു. അപ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഉത്തരം കിട്ടി, ഇത് അമോർഫസ് സോളിഡ് ആയിരിക്കും എന്ന്. ഇനി നമുക്കതിന്റെ ഉത്തരം എഴുതാം. അതിന്റെ ഉത്തരമാണ്, സിൻസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ സോളിഡ് is observed to have the same value along all directions, the solid must be amorphous. On cutting, the solid will undergo irregular cleavage. അതായത് എന്തൊക്കെ ഉണ്ടോ അമോർഫസ് സോളിഡിന്റെ ക്വാളിറ്റീസ് അതെല്ലാം ഇത് കാണിക്കും. കാരണം എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സെയിം ആണ്. അതുകൊണ്ട് അമോർഫസ് സോളിഡ് ആണ്. അമോർഫസ് സോളിഡിന്റെ പ്രത്യേകത അത് ഐസോട്രോപിക് ആണ്. ഐസോട്രോപിക് ആണ് എന്ന് പറഞ്ഞാൽ ഷോസ് സിമിലർ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഇൻ ഓൾ ഡയറക്ഷൻസ്.